ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ നല്ല ചൂട് കാലമാണ്, രാത്രിയിൽ നല്ല തണുപ്പും. അപ്പോൾ ഈ സമയത്ത് ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള പല അസുഖങ്ങൾ, അത് ചിക്കൻ പോക്സ്, മംസ്, അത് മുണ്ടിനീര്, ഇതൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് മുണ്ടിനീര്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ മുണ്ടിനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് മുണ്ടിനീര് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിന് ഐസൊലേഷനും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ മുണ്ടിനീര് വന്നു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് അത്ര സിവിയറാണ്. കാരണം ഇത് വന്നു കഴിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് കുട്ടികളിൽ, അതായത് പെൺകുട്ടികളിൽ ഓവറീസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഊഫ്രൈറ്റിസ് ഉണ്ടാക്കുന്നു, അത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ ആൺകുട്ടികളിലാണെങ്കിൽ ഇത് ടെസ്റ്റിക്കിൾസിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് ഓർക്കൈറ്റിസ് ഉണ്ടാക്കിയിട്ട് ഭാവിയിൽ സ്പേം പ്രൊഡക്ഷൻ്റെയൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ട് അത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ചെക്കപ്പിന് വരുമ്പോഴത്തേക്കിന് ഹിസ്റ്ററി ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പം ഈ മംസ് വന്നു പോയ കാര്യം പറയുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഇത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റിസ്, അതുപോലെ എൻകഫലൈറ്റിസ് തുടങ്ങിയ ലോങ് ടേം പ്രശ്നങ്ങൾക്കത് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിനെ അഫക്റ്റ് ചെയ്ത ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് പിന്നീട് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ത്രോട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് അതിന് യൂസ്റ്റേക്കിൻ ട്യൂബിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ തൊണ്ടയിൽ നിന്ന് നമ്മൾ യൂസ്റ്റേക്കിൻ ട്യൂബ് വഴി നമ്മളുടെ ചെവിയെ അഫക്റ്റ് ചെയ്ത ശേഷം നമ്മുടെ കേൾവിയെ സാരമായി ബാധിച്ചേക്കാം. പാർഷ്യൽ ഹിയർ ലോസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹിയർ ലോസിന് ഇത് കാരണമായി തീരാറുണ്ട്. അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മംസ് വന്നു കഴിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാല. അപ്പം നമ്മൾ മംസിൻ്റെ പ്രിവെൻഷനും മാനേജ്മെൻറ്റുമാണ് പറയുന്നത്. അപ്പം മംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് പൊതുവെ കൊച്ചു കുട്ടികളെയാണ് അഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതിന് 15 വയസ്സിൽ താഴെയുള്ള. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അഡൽട്ട്സിനെയും ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 2 to 3 വീക്സ് ആണ്. അതായത് നമ്മുടെ വൈറസ് എൻട്രി ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ഇതുണ്ടാകുന്ന ഒരു പാരാമിക്സോ വൈറസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഹൈലി കണ്ടേജിയസ് ആയിട്ട് വരുന്നതും. മുണ്ടിനീരിൻ്റെ സിംറ്റംസ് നമ്മുടെ മുഖത്തിൻ്റെ സൈഡിലായിട്ട്, അതായത് കവിളിനോടടുത്ത് ചെറിയൊരു തടുപ്പ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അത് കടുത്ത പനി, ദേഹം വേദന, തലവേദന, മനം പുരട്ടൽ, ഛർദിലൊക്കെ കാണും. അപ്പോൾ ശരിക്കും വൈറസ് എൻട്രി ചെയ്ത് 2 to 3 വീക്സിന് ശേഷമായിരിക്കും ഇത്തരം സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ സലൈവറി ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ഏരിയയിൽ ആ വീർപ്പ് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ അത് അഫക്റ്റ് ചെയ്ത ശേഷം മറു സൈഡിലും അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് കടുത്ത തലവേദനയും അമിതമായ ക്ഷീണവും അനുഭവപ്പെടും. അപ്പോൾ അതായത് തൊണ്ടയിൽ കൂടി ഒന്നും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ, ചിലർക്ക് തുപ്പൽ പോലും ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ തൊണ്ടയിൽ ഈ വിഷമം വന്നതിന് ശേഷം അത് യൂസ്റ്റേക്കിൻ ട്യൂബിനെ അഫക്റ്റ് ചെയ്ത് ഇയറിനെയും അഫക്റ്റ് ചെയ്ത് ഇയറിന് നല്ല പെയിനായിരിക്കും. ചെവി വേദന, ചെവിയിൽ നിന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് വരാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളാണ് ഈ മംസിൽ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഇതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യേണ്ടത്? മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് വന്നു കഴിഞ്ഞാൽ ഐസൊലേഷൻ കമ്പൽസറിയാണ്. അത് നമ്മൾ ചിക്കൻ പോക്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സലൈവ വഴിയാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ തുപ്പൽ വഴി ഇത് വരാം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഗ്ലാസ്, സ്പൂണ് ഒക്കെ വഴി വരാം. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും സ്റ്റെറിലൈസ് ചെയ്ത് വയ്ക്കുക. അതുപോലെ അത് ഉപയോഗിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ മംസ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും പിന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണം തട്ടാതെ ഇരിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ഫ്ലൂയിഡായിട്ടുള്ള രൂപത്തിൽ ആഹാരപദാർത്ഥങ്ങൾ കൊടുക്കുക. അതും ചെറിയ ചൂടോടുകൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഓട്സ് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ചൂട് പാലിൽ എന്തെങ്കിലും ഗോതമ്പ് കുറുക്കിയതോ അല്ലെങ്കിൽ റാഗി കുറുക്കിയതോ അങ്ങനെ എന്തെങ്കിലും നീട്ടി കുറുക്കി കൊടുക്കാവുന്നതാണ്. അതായത് ചെറു ചൂടുള്ള ഏത് തരം പാനീയവും, കഞ്ഞി നല്ലതാണ്. അത് കഞ്ഞി എന്ന് പറയുമ്പോൾ ചെറിയ നുറുക്കരിയിട്ട് കഞ്ഞി വെച്ച ശേഷം കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ലതാണ്. ഇത്തരം ചെറിയ ചൂടുള്ള ഏത് കാര്യവും
ലിക്വിഡ് രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിക്കവറി ഉണ്ടാകുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വൈറസ് മൾട്ടിപ്ലിക്കേഷനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഉപകരിക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂട് ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യാൻ കൊടുക്കുന്നത്, അതായത് ഓരോ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴും അതും കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ത്രോട്ട് ക്ലീനാവും ഇൻഫെക്ഷൻ വരാതിരിക്കാനും വേണ്ടി നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഡ്രോപ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഹോമിയോ മെഡിസിൻസ് ഉണ്ട്, അതും കൂടി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു കേസ് റിപ്പോർട്ട് ചെയ്തു സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോവിഡ് സമയത്ത് നമ്മളൊക്കെ മാസ്ക് ധരിച്ചിരുന്നില്ലേ, അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ ഇത് കണ്ടേജിയസ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആയ കുട്ടിയെ തീർച്ചയായിട്ടും സ്കൂളിൽ വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഐസൊലേഷൻ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നീട് ഹൈജീനിക്കായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പണ്ട് കൈ സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിച്ചിരുന്നില്ലേ കോവിഡ് സമയത്ത്, അതുപോലെ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക, മുഖം കഴുകുക. ഇൻഫെക്ഷനുള്ള, അതായത് ക്രൗഡഡായിട്ടുള്ള സ്പേസസിൽ കൂടുതൽ പോകാതിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയില്ല ഉള്ളവരാണോ അല്ല വന്നിട്ട് ഇരിക്കുന്നവരാണോ. അപ്പോൾ ആ കൂട്ടത്തിൽ ക്രൗഡിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ആ അസുഖം വരാവുന്നതാണ്. പിന്നെ തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം ഈ സമയത്ത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മംസ് വരാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മംസ് വന്നു കഴിഞ്ഞവർ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായിട്ടും അത് മാറുന്നതാണ്, കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ. പിന്നെ ഇൻഫ്ലമേഷൻ കൂടാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ലൈറ്റായിട്ടുള്ള മെഡിസിൻ എടുക്കുക, ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്തും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈജീനിക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചുരുങ്ങി മാറി നോർമലാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ മംസ് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഇന്ന് സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ.